സഹൃദയരായ കലാസ്നേഹികളെ, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരുക്കുന്ന കോമഡി സ്കിറ്റ് കളിയിൽ അല്പം കാര്യം. എന്തിനും ഏതിനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിരിക്കാനും ചിന്തിക്കാനുമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന തകർപ്പൻ കോമഡി സ്കിറ്റ് കളിയിൽ അല്പം കാര്യം. അങ്ങനെ ചിരിച്ചും കളിച്ചും 40 വർഷം കടന്നു പോയത് അറിഞ്ഞില്ല. ഇന്ന് നമ്മുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടാവോ? അങ്ങനെ പറയില്ല അച്ചായ, മരണത്തിന് പോലും അച്ചായനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് എന്നോടുള്ള വൈരാഗ്യം ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ? അതല്ല അച്ചായ, ഈ വർക്കിച്ചനില്ലെങ്കിൽ ഈ ത്രേസ്യ കുട്ടി ഇല്ല. ഈ ത്രേസ്യ കുട്ടി ഇല്ലെങ്കിലോ? അതെനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. എന്താ? അല്ല, എനിക്ക് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ്. അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്ന എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നടി, അതാവുമ്പോ ഒരു കുടുംബം നശിക്കുള്ളായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പറയും, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അത് നീ ഇവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ഒറ്റപ്പെടലിന്റെ സുഖമൊക്കെ ഞാൻ അനുഭവിച്ചറിയാറുണ്ട്. നീ പോ, നീ ഇനി നമ്മുടെ മക്കളൊക്കെ വരാറായി. നമുക്ക് കട്ടിയുള്ള കേക്കൊക്കെ എടുത്തിട്ട് വാ. നീ ഇവിടെ ചെല്ലി ഇപ്പൊ വരാം. എടാ, നിന്റെ അപ്പച്ചനാണോ ഇവിടെ നിൽക്കണത്? എടാ, ഞാനാണോ ഇവിടെ നിൽക്കണത്? അപ്പൊ അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അപ്പൊ അമ്മച്ചി, എന്താണ് അമ്മച്ചി എന്നെ ഇട്ടേച്ച് പോയ അമ്മച്ചി. അയ്യോ, ഒരു കേക്ക് എടുക്കാൻ പോകുന്നതിന് നീ എന്തിനാണ് ഇങ്ങനെ കാറുന്നേ? നിങ്ങൾ ആരാ പോയ ശരിക്കും? ആര് പോവാൻ? എന്താണ് നിനക്ക് പറ്റിയത്? പിന്നെ എന്തിനാ എമർജൻസി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തത്? ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാമ്പ് വേണം, അതുകൊണ്ട് വരാനില്ല നിന്നോട് ഞാൻ പറഞ്ഞോളൂ. അല്ല, നീ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത്? വെറോണിക്കനെ കൊണ്ടുവന്നില്ലേ? വെറോണിക്ക അവിടെ തിരക്കല്ലേ? എന്ത് തിരക്ക്? വെറോണിക്ക അവിടെ പഠിച്ചുകൊണ്ടിരിക്കല്ലേ? എന്ത് പഠിക്കുന്നു? അവക്ക് ഒരു 10-16 ഭാഷ അവള് കൈകാര്യം ചെയ്യുമല്ലോ. 16 ഭാഷ അറിയാമോ? നിന്നെ സമ്മതിക്കണോട്ടാ. ഒറ്റ ഭാഷ അറിയാവുന്ന ഇവളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. 16 ഭാഷയിലൊക്കെ അവളുടെ ചീത്ത വിളിച്ച് സഹിക്കണം. എനിക്ക് വിഷയമല്ല, അപ്പച്ചന്റെ മോളല്ലേ, എനിക്ക് ഒറ്റ ഭാഷയിൽ അറിയാവുള്ളൂ. മിടുക്കൻ. അതെ, നിന്നെ വിളിച്ചു വരുന്നത് വേറൊന്നുമല്ല, അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. മോളിക്കുട്ടിയൊക്കെ ഇപ്പൊ വരും. അയ്യോ, ദേ മോളിക്കുട്ടി സണ്ണിക്കുട്ടിയും വന്നു. എവിടെ? നോക്കടി, അലിയന്മാരുടെ സ്നേഹം നോക്കടി. ഇതാണ് നിന്റെ ആങ്ങളെ കണ്ടു പഠിക്കേണ്ടത്. നാളത്തേക്ക് മാറ്റി വെച്ചാ അമ്മച്ചി നാളെ മാഫി ചേച്ചി വിളിച്ചോണ്ട് വരും. ഇത് പറഞ്ഞ നമ്മളായി ശശി. തല തല്ലിപ്പൊളിക്കാണെങ്കിൽ അവന്റെ തല. അല്ല, ഈ കറുപ്പാച്ചിനെ കെട്ടിച്ചു കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞാലേ. മർമ്മൊന്നും കാണിക്കാവോ? നിന്റെ മർമ്മൊന്നും കാണിക്കാവോ? എടാ, എന്താ പ്രശ്നം? എന്താണ് എന്റെ അപ്പച്ച ഇവൻ നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞോണ്ട് നടക്കുന്ന എന്നാന്നറിയോ? എന്റെ അമ്മച്ചി ഇവൻ പറയോ, എനിക്ക് ഗൾഫിലുണ്ടല്ലോ ഒട്ടകത്തെ കറക്കുന്ന പണിയാണെന്ന്. എന്റെ പാവ വെച്ചാലുണ്ടല്ലോ അവിടെ ഈന്തപ്പനെ കയറുന്ന പണിയാണെന്ന്. അതൊക്കെ മോശമായി പോയടാ. ഞാൻ പറഞ്ഞോ, വർത്താനം പറയണോ? സത്യത്തിൽ എന്താ നിൽക്കുക അവിടെ പണി? എന്റെ അപ്പച്ച ഈ ഒട്ടകത്തെ കറക്കണ ഞാനാ. ഇവിടെ ആ തെങ്ങുമ്പേ കയറുന്നത് അറിയാമോ? തല കയറുന്നത് അവൻ പറഞ്ഞോണ്ട് വിഷമമുണ്ടെന്നേ. എന്നിട്ട് അവൻ ഇവനെന്നാ പണിന്ന് ചോദിച്ചു. ഇവന്റെ അമേരിക്കയിൽ ഇവൻ എന്നാ പണിന്ന് ചോദിച്ചു. ഞാൻ സേവ് ന്യൂയോർക്കില് ഡിപ്പാർട്ട്മെന്റില്ല. അവൻ ഓഫീസിലാണ്. സേവ് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ മുനിസിപ്പാലിറ്റി തൂത്തുവാറില്ല അവന്റെ പണി അറിയാവോ? മൊത്തം ഒന്നുമില്ല, ഫുട്പാത്ത് മാത്രം. അതെ, വിളിച്ചു വരുത്തേക്കണ എന്നാ കാര്യം എന്താ? അതെ, അപ്പച്ചന്റെ അമ്മച്ചിയുടെ 40ാമത്തെ വിവാഹ വാർഷികമാണ്. അതൊന്നും മക്കളായിട്ടൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പൊ ഇനി നമുക്ക് സമയം ഒട്ടും പാഴാക്കണ്ട, കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാനുള്ള പരിപാടി. അയ്യോ, ഉൾഗാനച്ചൻ പറഞ്ഞിട്ടുണ്ട്, കേക്കിൽ തൊട്ടു പോകരുതോ. ഞാൻ
ഞാനില്ലാതെ കുമ്പസാരം നടത്തിയാൽ ഞാൻ ക്ഷമിക്കും, കുർബാന നടത്തിയാൽ ക്ഷമിക്കും, ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല ഞാൻ. ഫുഡിന്റെ പരിപാടി തുടങ്ങിയില്ല. സത്താനെ, നീ ദൂരെ പോകുക, നീ ദൂരെ പോകുക. നിന്നെ പോലുള്ള ജീവികളാണ് ഇവിടെ നിപ്പ പരത്തുന്നത്. ദൂരെ പോകൂ, ദൂരെ പോകൂ. അയ്യാച്ചാ വവ്വാലല്ല, വക്കീൽ. വവ്വാലിലും വായുണ്ട്, വക്കീലിലും വായുണ്ട്. നീ ഇപ്പൊ വായുവിലൂടെയാണ് പകരുന്നത്. നീ വായടിച്ചു മാറി നിൽക്കുക. അയ്യോ, ഞാൻ പോത്തൻ. കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ പോത്താണെന്ന്. അഡ്വക്കേറ്റ് പോത്തൻ. ഓ, അഡ്വക്കറ്റുമാരിലും പോത്തനുണ്ടോ? അഡ്വക്കേറ്റ് കുഞ്ചറിയ പോത്തൻ, മാക്കാച്ചി പറമ്പലി. എങ്കിൽ അഡ്വക്കറ്റ് മാക്കാച്ചി അങ്ങോട്ട് മാറി നിൽക്കും. അച്ചോ, ഓ, ഞങ്ങളുടെ കുടുംബോക്കില്ല. ആണോ? എങ്കിൽ കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ മുറിക്കട്ടെ. സെൻട്രലിൽ നിൽക്കോ. ആ, സെൻട്രൽ. ഗ്രേസ്യ, ഇങ്ങോട്ട് മാറി നിൽക്കോ. നടുക്ക് നിൽക്കാം. മാറി നിൽക്കോ. രണ്ടുപേരും ദൈവത്തെ നന്നായിട്ട് ധ്യാനിക്കുക. കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക. 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി. രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കൂ. എടുക്കൂ. 2 പീസും 2 കയ്യിലെടുക്കൂ. എടുത്തോ. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കൂ. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കൂ. അത് ശരിയാവൂല. അത് ശരിയാകില്ലേ? എങ്കിൽ നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിൽ വെക്കൂ. ഞാൻ ഇതെടുത്തോളാം. എല്ലാവർക്കും വേണ്ടത്. ഇന്നാടി. കൈയടിക്കും. എന്തായാലും 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വർക്കിച്ചായൻ, അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛാ, 1 മിനിറ്റ്. വെറോണിക്ക അമേരിക്കയിൽ ലൈവിലുണ്ട്. ലൈവ് എല്ലാവരും കാണട്ടെ. അവനെടുത്താ ലൈവിൽ എന്നെ കിട്ടില്ല. അച്ഛനെടുത്ത്. നിന്നെ വേണ്ടടാ. അമേരിക്കക്കാര് മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വാർഷികം ആഘോഷിക്കില്ലേ, അവർക്ക് ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ, ഈ വർക്കിച്ചിനെ പരിചയപ്പെടുന്നത് 1987-ലാണെന്ന് തോന്നുന്നു. 70-ല. അപ്പോൾ 1977. അങ്ങനെ ഞാൻ ഇവിടെ വികാരിയായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിമേടയിലേക്ക് ഈ വർക്കിച്ചൻ എന്ന് പറയുന്ന ഈ മാന്യൻ കയറി വരികയുണ്ടായി. ഈ മാന്യൻ, ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, എന്തൊരു മാന്യൻ, എന്തൊരു അധ്വാനി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കപ്പ കട്ട് പറിച്ച് തിന്നവനാണ് ഈ വർക്കിച്ചൻ എന്ന് പറഞ്ഞ പെരിച്ചാഴി. അന്ന് ഞാനും കപ്പിയാരും കൂടി ഒരു മൽപിടുത്തത്തിലൂടെ ഈ വർക്കിച്ചനെ ഞങ്ങൾ പിടിച്ചു, തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി. നാട്ടുകാരും തല്ലി. പക്ഷേ നിങ്ങളൊന്ന് വിചാരിക്കണം, ഞങ്ങൾ തല്ലിക്കഴിഞ്ഞ് പോയപ്പോൾ ആ കെട്ടിയിട്ട തെങ്ങിൽ കയറി തേങ്ങ കട്ടവനാണ് ഈ തേങ്ങാക്കൊല്ലൻ വർക്കി. അങ്ങനെ കപ്പയും തേങ്ങയും കെട്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കി പെരിച്ചാഴിക്ക് ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇതിലും ഭേദം ഒരു റീറ്റ് എടുത്ത് എന്റെ നെഞ്ചത്തേക്ക് വെക്കണമായിരുന്നു. അച്ഛൻ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം. എന്നാത്തിനോ? ഞാനൊരു പുതിയ പട്ടിയെ വാങ്ങിച്ചു. ഭർത്താവേ, സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടീനെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി വരാം. പട്ടി കടിക്കുവോ? അല്ല, അത് കടിക്കുമെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ വരാൻ പറഞ്ഞു. എന്നാ പട്ടീനായിട്ട് കടിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ, ഞാൻ വരത്തില്ല. അപ്പോഴേ അപ്പച്ചനും അമ്മച്ചിക്ക് എന്നാ ആഗ്രഹം എന്ന് വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾ സാധിച്ചു തരാം. എന്ത് വേണേലും പറഞ്ഞു. നീ പറഞ്ഞാ മതി. അച്ഛൻ പറ. നീ അങ്ങ് പറയണേ. ആരെങ്കിലും ഒന്ന്